പച്ച തേങ്ങയും പച്ച മാങ്ങയും ഒക്കെ ചേർത്തരച്ച് ഒരു കിടിലൻ മീൻകറി ആയാലോ ഇന്ന്. ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും ഒക്കെ കൂട്ടാനായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു ഫിഷ് മാംഗോ കറിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത സീ ബ്രീം ഫിഷാണ്. ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം, മുള്ളോട് കൂടിയതോ മുള്ളില്ലാതോ ചെയ്യാം. ഒരല്പം ഉപ്പിടുക, പിന്നെ മഞ്ഞൾ. ആ ഉപ്പിനകത്തും മഞ്ഞളിനകത്തും ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മൾ മറ്റ് മസാലയൊക്കെ റെഡിയാകുന്ന സമയം വരെ മാത്രം വെച്ചിരുന്നാൽ മതി. പുളിക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പം ഈ പച്ചമാങ്ങ ഞാൻ അരയ്ക്കാൻ പോവാം, കുറച്ച് തേങ്ങയുടെ കൂടെ ആദ്യമേ. നമുക്കതിലേക്ക് അതിനാവശ്യമുള്ള തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അരയ്ക്കണം. തേങ്ങ ഞാൻ അരയ്ക്കാമെന്ന് വിചാരിച്ച് നല്ല കൊഴുപ്പുണ്ടാവും. പക്ഷേ ഇത് മഷി പോലെ അരയ്ക്കണം, അല്ലെങ്കിൽ പീരൻ വെള്ളം പോലെ കിടക്കും. വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അല്പം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്, നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഈ അരപ്പ് അവിടെ ഇരുന്നോട്ടെ. നല്ല മഷി പോലെ ഇത് അരയണം. ഇങ്ങനെ അരഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ചാറ് അതിൻ്റെ കൺസിസ്റ്റൻസി ഈവനായിട്ട് കിടക്കത്തില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നോട്ടെ. തീ കത്തിക്കാം. മീൻ കറിയൊക്കെ എപ്പോഴും മഡ്പോട്ടിനകത്ത് തന്നെയാണ് നല്ലത്. മീൻകറിയൊക്കെ നമ്മൾ എപ്പോഴും വെക്കുന്നതല്ലേ, ഒരു ചട്ടി മേടിച്ച് വെച്ചാലും നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല. ഇനിയിപ്പോൾ ചട്ടി ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉലുവ ഇടാം. അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ ചെറിയ ഉള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. കറി വെക്കുമ്പോൾ അതെല്ലാം അരപ്പിനകത്ത് നന്നായിട്ട് അങ്ങ് ചേർന്ന് കൊഴുപ്പ് കൂടും. ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. നമ്മൾ സീസണിങ് ചെയ്യുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കടുകും വറുത്തിടും, അതുകൊണ്ടാണ് ഇപ്പോൾ കടുക് ഇടാഞ്ഞത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ അരപ്പിനോടൊപ്പം അരച്ചിരുന്നു. ഉള്ളി ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാനൊന്നും നിൽക്കരുത്. കരിഞ്ഞു പോകുമ്പോഴത്തേനും നമ്മുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ഒഴിക്കാം. ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ചേർക്കണം, എങ്കിലും ഈ അരപ്പ് ഇതിനകത്തൊന്ന് വഴറ്റാം. നമുക്ക് ഇങ്ങനെ അരപ്പൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഉപ്പും എരിയും ഉണ്ടോയെന്നൂടെ ഒന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അല്പം ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. അപ്പോൾ ഇത് 2 മിനിറ്റ് നമ്മൾ ഇതിനകത്തൊന്ന് വഴറ്റി ബ്ലെൻഡർ ഒന്ന് റിൻസ് ചെയ്ത് വെള്ളം ഒഴിക്കാം. നമുക്ക് മീൻ വേകാൻ ആവശ്യമായ വെള്ളവും വേണം, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ അരപ്പ് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം തക്കാളിക്ക് അരിഞ്ഞതിടാം, അതുപോലെ പച്ചമാങ്ങ. ഇത് നമ്മൾ ഓൾറെഡി കുറച്ച് അരപ്പിനകത്ത് അരച്ചതാണല്ലോ, അത് കണക്കാക്കി വേണം ഇടാൻ. ഒരുപാട് ഇട്ടാലും പ്രശ്നമാണ്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ വെട്ടി വെച്ചിരുന്ന ഫിഷ് ഇടാം. ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഇപ്പോഴേ ചാറ് കുറുകിയതാണെങ്കിൽ പിന്നെ ഒരുപാട് കുറുകുമല്ലോ. അപ്പോൾ ആവശ്യം അനുസരിച്ച് നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം. ആവശ്യമെങ്കിൽ കറിവേപ്പില നല്ലതുപോലെ തിളയ്ക്കട്ടെ. അപ്പോഴത്തേനും മീൻ വേഗം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തീ കുറച്ച് വെക്കണം. അതുപോലെ തന്നെ ഇനിയും ഇത് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. ചട്ടി ആയതുകൊണ്ട് തീ കുറച്ചാലും അതിങ്ങനെ അങ്ങ് തിളച്ചോളും. ഇനി ഇതിങ്ങനെ ചട്ടി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റിക്കേ പാടുള്ളൂ, അതല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ എണ്ണ തെളിയാനും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ചാറ് കുറുകി വരുന്നു എന്നുള്ളതാണ്. ഒരു ശകലം നേരം കൂടി ഇരിക്കട്ടെ. ഈ സമയത്ത് ഇത് നല്ലപോലെ എൻ്റെ പരുവ് അനുസരിച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, ചാറ് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ കടുകും കൂടെ വറുത്ത് ചേർത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുടനെ കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ അതിൻ്റെ തീ ഓഫ് ചെയ്യണം. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഉലുവാപ്പൊടി ഇട്ടു, ഒരല്പം കായം. ഇത് ഓപ്ഷനിലാണ്. ഇത് പക്ഷെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുക. അപ്പോൾ ആ ഗ്രേവിക്ക് വരുന്നൊരു പ്രത്യേക മണമുണ്ട്, നല്ലൊരു സ്മെല്ലാണത്. പിന്നെ 2 വറ്റൽ മുളക് പൊട്ടിച്ചതും കൂടി ഇട്ടു. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ടത്. കടുക് വറുക്കുന്നതും തയ്യാറായിട്ടുണ്ട്. മീൻകറി ഉണ്ടോ, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡിയാണ്. അപ്പോൾ ഇതിന് എരിയും പുളിയുമുള്ള കറിയാണ്, തേങ്ങ ചേർക്കുമെങ്കിലും. കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. സജഷൻസ് ഒക്കെ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.